ഒക്ടോബർ 29 വേൾഡ് സ്ട്രോക്ക് ഡേ ആണല്ലേ. നമ്മൾ ഈ സ്ട്രോക്ക് എങ്ങനെയാ വരാന്നറിയോ? ഇപ്പം നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് കൂടുതലും വയസ്സായ ആളുകൾക്കാണ് സ്ട്രോക്ക് വരാറ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവാറെന്നാണ് കേട്ടത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം കൂടുതലും 40 വയസ്സിന് കീഴോട്ടുള്ള, അതായത് യങ്സ്റ്റേഴ്സിന്റെ ഇടയിലാണ് നമ്മൾ സ്ട്രോക്ക് അധികം കേട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ശരിക്കും സ്ട്രോക്ക് വരുന്നത്, എങ്ങനെയാണ് അത് മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റുക, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും നമ്മൾ മുന്നേ അറിഞ്ഞു വെക്കേണ്ട കാര്യം തന്നെയാണ്. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഫറോക്ക് ട്രെയിനിങ് കോളേജിലാണ്. വേൾഡ് സ്ട്രോക്ക് ഡേയുടെ ഭാഗമായിട്ട് ആസ്ട്രോമിൻസ് കോഴിക്കോട് നടത്തുന്ന ഒരു അവയർനെസ് ക്ലാസ് ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ആൻഡ് മൈൻഡ് മിൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഇതുപോലുള്ള സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ ചിലപ്പം സ്ട്രോക്ക് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഒരു പരിധിവരെ നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് കുറേയൊക്കെ തടയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഇത്രത്തോളം സ്ട്രോക്ക് വരാനുള്ള കാരണം? അതെങ്ങനെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും? ഓൾഡ് ഏജിലാണ് കൂടുതലുള്ളത്, പക്ഷേ യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ്. ഇന്ന് ഭക്ഷണ രീതിയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു. പലപ്പോഴും സമയവും കാലവും ഒന്നും നോക്കാതെ ഉറക്കവും ഒന്നും ഇല്ലാത്ത ജോലികളാണ് പലരും ചെയ്യുന്നത്. സ്മോക്കിംഗ് ആണെങ്കിലും മറ്റ് ജീവിതശൈലി സംഗതികളാണെങ്കിലും ഭക്ഷണ രീതിയിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ കൊണ്ടാണ് യങ്സ്റ്റേഴ്സിൽ വളരെയധികം സ്ട്രോക്ക് കൂടാനുള്ള ഒരു കാരണം. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ ബി ഫാസ്റ്റ് എന്ന് പറയും, ബി ബാലൻസ്, അതായത് പെട്ടെന്ന് നടക്കുന്ന സമയത്ത് തലകറക്കം, പെട്ടെന്ന് ഒരു ബാലൻസ് തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്, ചിലപ്പോൾ അത് സ്ട്രോക്കിന്റെ സൂചന ആയിരിക്കാം. രണ്ടാമത്തെ ഐസ് കാഴ്ച പെട്ടെന്ന് മങ്ങിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുന്ന പോലെ. ഫേസും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചുണ്ട് കൂടുന്ന പോലെ ശ്രദ്ധിക്കുക. ആംസ്, കൈകൾക്കോ കാലുകൾക്കോ ബലക്കുറവ്. സ്പീച്ച്, സംസാരത്തിൽ കൊഞ്ഞപ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരിക. ഇതെല്ലാം സ്ട്രോക്കിന്റെ സിംറ്റംസ് ആണ്. ആസ്ട്രോമിൻസ് നടത്തുന്ന മൈൻഡ് ദ മിൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നമുക്ക് എന്തായാലും ജീവിതത്തിൽ ഉപകാരപ്പെടും.